മിസ്റ്റർ വർമ്മ, നിങ്ങൾ വളരെ സൂക്ഷിക്കണം. നിങ്ങളുടെ ഈ വളർച്ച പലർക്കും അത്ര രസിക്കുന്നില്ല. ക്വൈറ്റ് നാച്ചുറലി. നോ നോ, ഇറ്റ്സ് നോട്ട് ദാറ്റ്. അതത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല. മറ്റു പരസ്യ കമ്പനിക്കാർ വെറുതെ നോക്കിയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തീരെ ഗതിമുട്ടുന്ന അവരൊരു പക്ഷേ. എന്നെ അവർ എന്ത് ചെയ്യാനാണ് സർ? എന്റെ അസറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് മൈ ആർട്ടിസ്റ്റിക് ടാലന്റ്, മൈ ബ്രെയിൻ, മൈ ഹാർഡ് വർക്ക്, ഓഫ് കോഴ്സ്. പിന്നെ സാറിനെ പോലെയുള്ള വെൽവിഷേഴ്സിന്റെ സഹായമുണ്ട്, അത് മോഷ്ടിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെയൊക്കെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അത് മാത്രം പോരാ, യു ഷുഡ് ബി മോർ കെയർഫുൾ. മേഴ്സി ഉണ്ടല്ലോ, നിങ്ങളുടെ ആ മോഡൽ, ആ കുട്ടിയെ മറ്റേതെങ്കിലും കമ്പനിക്കാർ തട്ടിയെടുക്കാൻ ശ്രമിച്ചേക്കും. അതിനൊരിക്കലും ഇടയാവരുത്. ഷീസ് ആൻ അസറ്റ് ഫോർ യുവർ ഫേം. ഷീസ് ആൻ അസറ്റ് ഫോർ യുവർ ഫേം. അവൾ കൈവിട്ടു പോകാതെ സൂക്ഷിക്കണം. മുഖവരില്ലാതെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ മേഴ്സിയുടെ മറുപടിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തോ ഭയം തോന്നുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, ആവശ്യത്തിലേറെ പണവും അതിലേറെ ലോകപരിചയമുള്ള എനിക്ക് മേഴ്സിയുടെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ എന്താണ് ഇത്ര ഭയം? എന്നെക്കുറിച്ച് കുറേയൊക്കെ മേഴ്സിക്ക് അറിയാമല്ലോ. കഴിഞ്ഞ കാലം അതൊരു വല്ലാത്ത ജീവിതമായിരുന്നു. കുടുംബം, അതേക്കുറിച്ച് സ്വപ്നമെങ്കിലും കാണാൻ തുടങ്ങിയത് മേഴ്സി കണ്ടുമുട്ടിയതിന് ശേഷം. ആലോചനകളൊക്കെ പ്രോപ്പർ ചാനലിൽ കൂടെ വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കാരുമില്ല മേഴ്സി. ആ വലിയ വീട്ടിൽ ഞാനും നിന്നെക്കുറിച്ചുള്ള കുറേ സ്വപ്നങ്ങളും മാത്രം. മേഴ്സി ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഇഷ്ടമുള്ളത്ര സമയം എടുത്തോളൂ. വേണ്ട എന്നാണ് മറുപടിയെങ്കിലും എന്നെ വിട്ടു പോകരുത്. ദൂരെ നിന്നെങ്കിലും എനിക്ക് മേഴ്സിയെ കാണാറില്ല. മേഴ്സി തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു രവിവർമ്മയുടെ സമീപനം. പരസ്യ ചിത്രങ്ങളിൽ പോസ് ചെയ്ത തനിക്ക് ഇനി നല്ലൊരു വിവാഹ ജീവിതം പ്രതീക്ഷിക്കാനാവില്ലെന്ന് മേഴ്സിക്ക് അറിയാമായിരുന്നു. രവിവർമ്മ ധനികനാണ്. സ്നേഹമുള്ളൊരു ഹൃദയവും അയാളിൽ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. താൻ ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ പാവങ്ങളായ തന്റെ വീട്ടുകാരെങ്കിലും അതുകൊണ്ട് രക്ഷപ്പെടും.
അന്ന് രാത്രി നാട്ടിലുള്ള തന്റെ ഇളയ സഹോദരിക്ക് മേഴ്സി ഒരു കത്തെഴുതി. പ്രിയപ്പെട്ട അനുജത്തിക്ക്, ചേച്ചിക്ക് ഉടനെ നിന്നെ ഒന്ന് കാണണം. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ്. ഈ വരുന്ന ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നമ്മുടെ ഇടവക പള്ളിയിൽ ഞാൻ വരും. നീ അവിടെ വരണം. വീട്ടിൽ ആരും അറിയരുത്. സ്നേഹപൂർവ്വം, മേഴ്സി. അപ്പച്ചൻ ഇപ്പോഴിതറിയണ്ട. നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടായിരിക്കും ഒരു പക്ഷേ രവിസാറിന് ഇങ്ങനെയൊക്കെ തോന്നിയത്. എന്നാലും രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് അതും ഒരു അന്യജാതിക്കാരനെ... വേണ്ട, നീ ഇപ്പോഴിത് ആരോടും പറയണ്ട. എന്തിനാ ഇത്? നാളെ രാവിലെ 10:30 മണിക്ക് രജിസ്റ്റർ കച്ചേരിയിൽ വെച്ചാണ് എന്റെ വിവാഹം. ആ സമയത്ത് നീ ഇവിടെ വന്ന് ചേച്ചിയുടെ പേരിൽ കുർബാന നടത്തണം. പ്രാർത്ഥിക്കുകയും വേണം. ഞാൻ പോട്ടെ. ശരി. ഒരാഴ്ച കാലം അവരുടെ മധുവിധുവായിരുന്നു. വിവാഹ ജീവിതത്തിലെ സുഖവും സംതൃപ്തിയും മേഴ്സി അനുഭവിച്ചത് ആ 7 ദിവസങ്ങളിൽ മാത്രമായിരുന്നു. ബ്യൂട്ടിഫുൾ. എന്താണ് മേഴ്സിക്ക് ഈ ഡ്രസ് നേടാൻ തോന്നിയത്? ഒന്നുമില്ല, വെറുതെ. നോ, ഇതിനാണ് ബ്രെയിൻ വേവ്, ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നൊക്കെ പറയുന്നു. ഇതുപോലെ ശാലീന സുന്ദരിയായ ഒരു നാടൻ പെൺകിടാവിന്റെ ലേഔട്ട് കുറെ ദിവസങ്ങളായിട്ട് എന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നു. സ്ലൈറ്റ് ചേഞ്ച്. ഈ ബ്ലൗസ് വേണ്ട. അയ്യോ, പേടിക്കണ്ട. പണ്ട് കാളിദാസന്റെ ശകുന്തള ധരിച്ചതുപോലെ വൽക്കലം മാറിലണിഞ്ഞ് ഞൊറിഞ്ഞുടുത്ത മരവുരിക്ക് മുട്ടുകാലിന് അല്പം മുകളിൽ വരെ മാത്രം ഇറക്കം, മുടിയിൽ താമരപ്പൂവ്, കയ്യിൽ ലിയോൺ സോപ്പ്. രാവിലെ വെറുതെ ഞാൻ പോകുന്നു. വേഗം റെഡിയായിക്കോ. ആ ഫോട്ടോഗ്രാഫ്സ് എടുക്കണം. വൈകിട്ടെങ്കിലും ആ ഡിസൈൻസ് തീർത്ത് കൊടുക്കണ്ട. കല്യാണവും ഹണിമൂണും ഒക്കെ പ്രമാണിച്ച് ഇത്രയും കാലം ആ സോപ്പ് മിക്കാൻ ക്ഷമിച്ചു. ഇന്നെങ്കിലും തീർത്ത് കൊടുക്കേണ്ടതാ. അവർ നമ്മുടെ സ്ഥിരം പാർട്ടിയാ. രവിയേട്ടാ, കല്യാണം കഴിഞ്ഞാലെങ്കിലും ഇതിനൊരു മോചനം കിട്ടുമെന്നാ ഞാൻ ഓർത്തത്. എനിക്ക് മടുത്തു രവിയേട്ടാ. അതുമല്ല, ആൾക്കാരെന്ത് പറയും? ഇനി ഇങ്ങനെ മോഡലിംഗ് എന്നൊക്കെ പറഞ്ഞ്... ഏത് ആൾക്കാർ? ആൾക്കാർ പറയുന്നെന്നും പറഞ്ഞ് ഡിസൈനറും മോഡലും കൂടെ ഇവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നാലേ നമ്മുടെ ആഫീസ് കൂട്ടും. ഇത്രയും കാലം അത് എന്റെ മാത്രമായിരുന്നു. ഇനിയിപ്പോ നിന്റെ കൂടെ. അത് ഓർമ്മ വേണം. പോയി ഡ്രസ് അല്ലേ? ഇതാണ് ലിയോൺ സോപ്പിന്റെ പുതിയ റഫ് ഡിസൈൻ. മിസ്സസ് വർമ്മ അല്പം സെക്സി ആകേണ്ടി വരുമല്ലോ. ക്യാപ്ഷൻ ഇവിടെ ആദ്യം നീളമുള്ളത് വേണ്ട. എ ബ്രീഫ് ആൻഡ് വിൽ ഡു. പിന്നെ മേഴ്സിയുടെ പടം അല്പം സെക്സി ആയതുകൊണ്ട് ആരും ക്യാപ്ഷൻ വായിക്കാൻ മെനക്കെടുകയില്ല. ആർ യു ഹാപ്പി വിത്ത് ഡിസൈൻ? ഓഫ് കോഴ്സ്. ഇതുപോലെയുള്ള 3-4 ഇൻസേർഷൻസ് ഉടനെ കൊടുത്തില്ലെങ്കിൽ സെയിൽസ് ഒന്ന് ഡിമ്മാവും. കാരണം സോപ്പിന്റെ വിലയുടെ ഒന്ന് കൂടിയല്ലോ. അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ... ഞങ്ങൾക്കൊക്കെ ആദ്യം വലിയ പേടിയുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വർമ്മയുടെ മിസ്സസ് ഇതിനൊക്കെ സമ്മതിക്കുമെന്ന്. നൗ വി ആർ റിയലി വെരി ഹാപ്പി. നിങ്ങളാണ് യഥാർത്ഥ കലാകാരൻ. താങ്ക് യു സർ. ബസ് റെഡിയായോ? ഇല്ല. എന്താ ഇത്ര താമസം? ആ ഡ്രസ് ഇടാൻ വയ്യെന്നാ പറയുന്നത്. ഞാൻ നിർബന്ധിച്ചപ്പോ എന്ന് കരയുകയാണ്. ഐ ക്യാൻ മാനേജ് ഇറ്റ്.
എന്ന് തുടങ്ങി നിനക്ക് സദാചാര ബോധം? ഞാൻ ഈ കഴുത്തി താലി കെട്ടിയ അന്ന് മുതൽ അല്ലേ? എങ്കിൽ ആ താലി കെട്ടി ഞാനാണ് പറയുന്നത്. എനിക്കില്ലാത്ത സദാചാര ബോധം എന്റെ ഭാര്യയ്ക്കും വേണ്ട. പ്രിയ, ഒരാഴ്ച മുമ്പായിരുന്നെങ്കിൽ തുണിയില്ലാതെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറഞ്ഞാലും നീ ചെയ്യുമായിരുന്നു അല്ലേ? എനിക്കറിയാവടി, ഇപ്പൊ നീ മുതലാളിയുടെ ഭാര്യയല്ലേ? അതിന്റെ അഹങ്കാരം വരടി. മിസ്റ്റർ വർമ്മ, യു ഡോണ്ട് വറി സർ, ഐ വിൽ മാനേജ് ഇറ്റ്. വേണ്ട മിസ്റ്റർ വർമ്മ, കുട്ടി തീരെ വില്ലിങ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചാൽ ശരിയാവില്ല. നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. ഈ ലാസ്റ്റ് മിനിറ്റിൽ വേറെ ആരെ പോയി നോക്കാനാ? അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. വരും.